തോന്നുന്നുണ്ട് അമൽ, പാർട്ടിയെയും മുന്നണിയെയും സംബന്ധിച്ച് ഒരു വലിയ ഒരു വേദിയിൽ നിന്ന് തന്നെ പ്രചാരണം തുടങ്ങുക, അങ്ങനെയെങ്കിൽ നാളെ തൊട്ട് തന്നെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് UDF കടക്കും. ആ ഒരു ഈ യാത്രയിലുടനീളം കിട്ടിയ പ്രതികരണങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു ആവേശം അത് പ്രചാരണ രംഗത്തേക്കും പകരുന്ന തരത്തിലായിരിക്കും ഈ ചടങ്ങ്. അങ്ങനെ വേണ്ടേ കരുതാൻ? തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യവട്ടം പൂർത്തിയാക്കി എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. 140 മണ്ഡലങ്ങളിലെയും പര്യടനം പൂർത്തിയാക്കിയാണ് ഇവിടേക്ക് വന്നിറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രതീക്ഷ അത് താഴെത്തട്ടിൽ പാർട്ടിയെ താഴെത്തട്ടിൽ ചലിപ്പിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. മറ്റു ഘടകകക്ഷികൾക്ക്, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കാണ് എങ്കിൽ അതിൻ്റെ ഒരു കേഡർ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല സംഘടനയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ പല കമ്മിറ്റികളിലും ഭാരവാഹികൾ ഇല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ അത് നിഷ്ക്രിയമായിരിക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റിയെടുക്കാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്രവർത്തകരെ ഇളക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും നാളെ മുതൽ തന്നെ ഇനിയിപ്പോൾ എത്രയും വേഗം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ആദ്യഘട്ട പട്ടികയിൽ സിറ്റിംഗ് MLA-മാരിൽ 2 സീറ്റുകൾ ഒഴികെ, അതിപ്പോൾ തൃപ്പൂണിത്തുറയിലും പാലക്കാടും ഒഴികെ മറ്റ് സീറ്റുകളിലെല്ലാം സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്നുള്ള തീരുമാനവും വന്നു കഴിഞ്ഞു. പക്ഷേ അതിനൊരു പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ പ്രഖ്യാപനം ഇനി എന്നുണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ആ പ്രഖ്യാപനം കൂടി ആയാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ പിന്നീടുള്ള സീറ്റുകളിലും അധികം വൈകാതെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കാര്യമായ തർക്കങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്ര വലിയൊരു പരിപാടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കോൺഗ്രസ് കാണുകയാണ്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഈ പരിപാടിയിൽ സംസാരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ? ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സിറ്റിംഗ് MLA-മാരുടെ പേരും ധാരണയായ ചില സീറ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. എന്തായാലും ചില സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളത് നേതാക്കൾ പറയുന്നു. അതെന്താണ് എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ശ്രീജ. ശരി, പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ തുടങ്ങുകയാണ്. ശശി തരൂർ വേദിയിലേക്ക് എത്തുന്നു. അമൽ, നേരത്തെ ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്ന വേദിയിൽ സംഭവിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ ശശി തരൂരിന്റെ പരിഭവമൊക്കെ മാറി പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടി ഈ വേദിയിൽ ഉണ്ടാവുമോ? മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുവാൻ ശ്രമിക്കും. ശ്രീജ, ഈ പരിപാടിയുടെ ഒരു തുടക്കം മുതലുള്ള കാര്യം പരിശോധിച്ചാൽ ഇത് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേജിലെ ഉന്തും തള്ളും അടക്കമുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു. അത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ സമീപകാലത്തൊന്നും കാണാത്ത ഒരു ഐക്യം കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ജാഥകളൊക്കെ ഇതിനു മുൻപ് പലപ്പോഴും നടന്നു പോയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല നടത്തിയ ജാഥയടക്കം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ ജാഥകളൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നേതാക്കൾ തമ്മിൽ ഐക്യമില്ലാത്തത്, നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരസ്പര ധാരണയില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളുമൊക്കെ ആയിരുന്നു. അത് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് സൃഷ്ടിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും പരസ്യ പ്രതികരണങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല, പരസ്യ വിമർശനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ഐക്യം ഉണ്ടായിട്ടുണ്ട്. ശശി തരൂരാണ് എങ്കിൽ ഈ പരിപാടിയിൽ സജീവമായി തന്നെ പങ്കെടുക്കുകയും ചെയ്തു. പലയിടങ്ങളിലെയും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ശശി തരൂർ തന്നെയാണ്. മാത്രമല്ല ശശി തരൂർ ഇടയ്ക്കൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സർക്കാർ അനുകൂല പരാമർശങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ അനുകൂല പരാമർശങ്ങൾ, പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞുള്ള ചില പരാമർശങ്ങൾ, അഭിനന്ദിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ, ഇത്തരത്തിലുള്ളതെല്ലാം പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കോൺഗ്രസ്സുകാർ അതിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. തരൂർ ഒരു നിലപാട് പറയും, മറ്റു കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു നിലപാട് പറയും എന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ പുതുയുഗ യാത്ര തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ വയനാട് നടന്ന ഒരു നേതൃയോഗ ക്യാമ്പുണ്ട്, ആ ക്യാമ്പ് മുതൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഐക്യം കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. ആ ഒരു ഐക്യം തിരഞ്ഞെടുപ്പിൽ അനുകൂലമായി മാറും എന്നുള്ളത് കൂടി
നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയല്ല, 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷമാണ് ഒരു തിരഞ്ഞെടുപ്പിന് പാർട്ടി ഇറങ്ങാൻ പോകുന്നത്. അത് ജീവമരണ പോരാട്ടമാണ്. ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമായി മാറുമെന്നും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം നേതാക്കൾക്കുണ്ട്. അപ്പോൾ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചകളടക്കം ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ അതെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്നൊരു നിലപാട് നേതാക്കൾ പറയുന്നത്. അപ്പോൾ എന്തായാലും യാത്ര സമാപിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നേതാക്കൾക്കിടയിൽ വലിയൊരു ഐക്യം സൃഷ്ടിച്ചുകൊണ്ട് അത് യാത്ര അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം കണക്കുകൂട്ടുന്നത്. വേദിയിൽ ഇപ്പോൾ UDF നേതാക്കൾ ഓരോരുത്തരായി സംസാരിക്കുകയാണ്. നമ്മൾ ഈ ജാഥയുടെ തുടക്കം മുതലുള്ള കാര്യം പരിശോധിച്ചാൽ മലബാർ മേഖലയിൽ ലീഗ് നേതാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകി ഉള്ള പൊതുപരിപാടികളാണ് നടന്നിരുന്നതെങ്കിൽ അതിനുശേഷം പിന്നീട് താഴേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് PGOS വിഭാഗത്തിനടക്കം സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവരുടെ നേതാക്കളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ നേതാക്കൾക്ക് പരിപാടികളിൽ കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിപാടികൾ കടന്നുപോയി. കൊല്ലത്തേക്ക് എത്തുമ്പോഴാണെങ്കിൽ ഇത് RSPയുടെ പ്രേമേന്ദ്രൻ അടക്കമുള്ള ഷിബു അടക്കമുള്ള നേതാക്കൾക്ക് ഒരു പ്രാധാന്യം നൽകിയ പരിപാടി കടന്നു വരുന്നു. അങ്ങനെ പരിപാടി ഇപ്പോൾ സമാപിക്കുകയാണ്. 121 വേദികളായിരുന്നു ഉണ്ടായിരുന്നത്. 25 ദിവസങ്ങളിലാണ് ഈ പരിപാടി നടന്നത്. അതിനിടയ്ക്ക് നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾ വന്നുപോയി. അതിൽ ഈ റാലിയിൽ UDFനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ വീണ് കിട്ടിയ ആയുധമെന്ന് പറയുന്നത് തുടർച്ചയായി ഉണ്ടായ ചികിത്സാ പിഴവ് സംബന്ധിച്ച ആരോപണങ്ങളായിരുന്നു. ആരോഗ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന പരാതികളായിരുന്നു. അതെല്ലാം സജീവ ചർച്ചയാക്കാൻ കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റ് നടന്നു. ആ അറസ്റ്റിന് ശേഷം പല ആളുകളും ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ആ വിഷയം പതിയൊന്ന് തണുത്തു തുടങ്ങി എന്നുള്ള അവസ്ഥയിലാണ് ഈ റാലി നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എല്ലായിടങ്ങളിലും പ്രസംഗിക്കുന്ന എല്ലാ വേദികളിലും കോൺഗ്രസ് നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ആവർത്തിച്ച് പറയാൻ നേതാക്കൾ മറന്നില്ല. നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ അന്ന് കോഴിക്കോടുണ്ടായ ഉന്തും തള്ളും, ആ ഉന്തും തള്ളും സ്റ്റേജിൽ കോൺഗ്രസിനുണ്ടാക്കിയ നാണക്കേട് ചെറുതായിരുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോകുന്ന തരത്തിലുള്ള അവസ്ഥ പോലും ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലുമായുള്ള തർക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഉള്ള തർക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു അച്ചടക്കം കൈവന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ വേദി കാണുമ്പോൾ ഇപ്പോൾ തോന്നുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് എങ്കിലും സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ വേദിയിൽ ഉണ്ടാകുന്ന ഇടി ഇന്ന് നമുക്കില്ല എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു അച്ചടക്കം കൈവന്നിട്ടുണ്ട് ഈ കോഴിക്കോട് സംഭവത്തിന് ശേഷം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ CP ജോൺ സംസാരിക്കുകയാണ്. വർഗീയതയുടെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെയും മുന്നിൽ സൗമ്യമായ ചിരി കൊണ്ട് തന്റെ ഹരിത പതാക ഉയർത്തി നിൽക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമല്ല, നമ്മുടെ നാടിന്റെ നന്മയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാനത്തുടനീളം നടത്തിയ നവയുഗ യാത്രയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്.